ഹലോ എവരിവൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ LDCയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 17%, ഓപ്ഷൻ ഡി 10%. അപ്പോൾ 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ശതമാനമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 840 രൂപയിൽ നിന്നും അതിൻ്റെ എത്രയോ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് കുറയ്ക്കുമ്പോഴാണ് 714 രൂപ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുലയിലൊക്കെ കൊടുക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഓപ്ഷനും എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഒട്ടും ടൈം കളയുന്നില്ല. ഓപ്ഷൻ ബി ആണ് എടുക്കുന്നത്. 840ൻ്റെ 15% കാണുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 2. ആൻസർ 126 കിട്ടും. ഈ 840ൽ നിന്നും ഈ ഒരു പേഴ്സൻറ്റ്, അതായത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 126 നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 4 1 7 714 എന്ന ആൻസർ കിട്ടുന്നു. അതായത് 840ൽ നിന്നും ഈ ഒരു അതിൻ്റെ നിശ്ചിത ഈ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 714 കിട്ടി. അപ്പോൾ ആ ഡിസ്കൗണ്ട് എത്രയാണ്? 15% ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ശരാശരി 72 ചേർത്ത സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 × 66 നമ്മൾ കാണുന്നു. ഇസ് ഈക്വൽ ടു 6, 12 2, 726 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ കൂടി ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ 11 സംഖ്യ ഉള്ളത് ഇവിടെ 12 സംഖ്യയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ 72 മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 12 × 72 നമ്മൾ കാണുന്നു. ഇസ് ഈക്വൽ ടു നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 864 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. 864 - 726 കാണുന്നു. ഇസ് ഈക്വൽ ടു 8 3 എന്ന് കിട്ടും. 138 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ 138. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. M1D1 = M2D2 എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 3 പൈപ്പുകൾ എന്ന് പറയുന്നത് അതായത് എത്ര ആളുണ്ട് എന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ 3 പൈപ്പുകളാണ്. അപ്പോൾ M1ൻ്റെ അവിടെ 3 എന്ന് കൊടുക്കുന്നു. D1 എന്ന് പറയുന്നത് ഡേ അഥവാ ടൈം എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 1 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ളത് നമുക്ക് എത്രയായിട്ട് എടുക്കാം? ടോട്ടൽ മിനിറ്റ് എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. അപ്പോൾ ഇൻറ്റു 90 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റിയതാണ് ജസ്റ്റ്. ഇസ് ഈക്വൽ ടു 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി എത്ര സമയം വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ M2 എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു ഈ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ D2 ഇസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 3 × 90 / 2 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 135 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 135 മിനിറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ മിനിറ്റിനെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലോട്ട് മാറ്റണം, അതായത് മണിക്കൂറിലോട്ട് മാറ്റണം. അപ്പോൾ 135 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂർ 15 മിനിറ്റാണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സമവാക്യം 2k+1 × 2⁵ 2⁵7 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. 2k+1 × 2⁵ 2⁵7 എന്നാണ്. അപ്പോൾ നമുക്കറിയാം a⁴m × a⁴n എന്ന് പറയുന്നത് a⁴m+n എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 എന്ത് വരും? ഈ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2k+1 + 5 = 2⁵7 എടുത്തെഴുതി. ഇത് ആഡ് ചെയ്യുമ്പോൾ 2k + 5 × 1 6 = 2⁵7. ഓക്കെ, ഇവിടെ രണ്ടും ഇതാണ്. ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ ഇതിൻ്റെ പവറുകൾ തമ്മിൽ സെയിം ആയിരിക്കും. കാരണം ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പവറുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ പവറുകൾ എടുത്തെഴുതാം. k + 6 = 7. അപ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടും? 7 - 6 = 1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഈ ഒരു തന്നിരിക്കുന്ന സമവാക്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പവർ, അതായത് 2 എല്ലാത്തിലും 2 എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. അതായത് k+1 + 5 = 7 എന്ന് കണ്ടിട്ട് അതിൽ നിന്നും കെനെ നമുക്ക് ഡയറക്റ്റായിട്ട് 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഓപ്ഷൻ 20 ദിവസം, ഓപ്ഷൻ ബി 15 ദിവസം, ഓപ്ഷൻ സി 30 ദിവസം, ഓപ്ഷൻ ഡി 16 ദിവസം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/20. ഓക്കെ, എയും ബിയും കൂടിയിട്ട് ഒരു ജോലി, ആ സെയിം ജോലി പൂർത്തീകരിക്കുവാൻ 12 ദിവസം എടുക്കുന്നു. അപ്പോൾ എ + ബി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/12 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ബിയുടെ മാത്രമായിട്ടുള്ള എത്ര ദിവസം എടുക്കും, ബി ചെയ്യുവാണെങ്കിൽ, ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എ + ബി എന്ന് പറയുന്നത് എ + ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1/20, ഒരു ദിവസത്തെ ജോലി 1/20 + ബി നമുക്ക് അറിയില്ല, അതാണ് കാണേണ്ടത്. ഇവിടെ എ + ബി എന്ന് പറയുന്നത് 1/12 = 1/20 + ബി എന്ന് കിട്ടും. ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കൊണ്ടുകൂടെ, ബി = 1/20 - 1/12 എന്ന് കിട്ടും. അപ്പോൾ 1/20 - 1/12 നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര വരും? 60 വരും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 - 5 / 60 എന്ന് വരും, = 2/60 എന്ന് വരും, 1/30 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 30 ദിവസം. ഓപ്ഷൻ സി ആണ് ആൻസർ. എ എന്നത് പ്ലസ് എന്ന ചിഹ്നത്തെയും ബി എന്നത് മൈനസ് എന്ന ചിഹ്നത്തെയും സി എന്നത് ഡിവൈഡഡ് എന്ന ചിഹ്നത്തെയും ഡി എന്നത് ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 18 എക്ക് പകരം എന്താണ്? പ്ലസ്. 12 സിക്ക് പകരം ഡിവിഷനാണ്. 6 ഡിക്ക് പകരം മൾട്ടിപ്ലിക്കേഷനാണ്. 2 ബിക്ക് പകരം മൈനസ് ആണ്. 5. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 18 12 / 6 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. +2 × 2 - 5. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 18 + 4 - 5 എന്ന് കിട്ടും. അപ്പോൾ = 18 4 22 - 5 = 17 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി.
തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. 4, 7, 12 നെക്സ്റ്റ് ടേമാണ് നമുക്ക് കാണേണ്ടത്. 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. 7ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ് ഏതായിരിക്കും? 3, 5 പിന്നെ 7. അപ്പോൾ 12ൻ്റെ കൂടെ 7 ഇട്ട് കൊടുക്കുന്നു. 9, 1, 19. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ എന്നത് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റിലേഷൻ നോക്കാം. ഹലോ എന്ന് പറയുന്നത് KHOOR. എച്ചിൻ്റെ വാല്യൂ 8 ആണെന്നറിയാം. ഇൻ്റെ വാല്യൂ 5 ആണെന്നറിയാം. L 12 ആണെന്നറിയാം. O എന്ന് പറയുന്നത് 15 ആണെന്നറിയാം. കെയുടെ വാല്യൂ 11, എച്ചിൻ്റെ വാല്യൂ 8, ഓൻ്റെ വാല്യൂ 15, ആറിൻ്റെ വാല്യൂ 18. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കുവാണെങ്കിൽ +3, 8ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. 5ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. സിമിലർലി 12ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. അതുപോലെ തന്നെ 15ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 18 കിട്ടുന്നത്. അപ്പോൾ സെയിം ആ ഒരു റിലേഷൻ നമുക്ക് ഈ വേൾഡ് എന്ന് പറയുന്ന വാക്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വേൾഡ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 23 ആണ്. ഓൻ്റെ വാല്യൂ നമുക്കറിയാം 15 ആണ്. ആറിൻ്റെ വാല്യൂ 18 ആണ്. എല്ലിൻ്റെ വാല്യൂ 12 ആണ്. ഡിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 വെച്ച് ആഡ് ചെയ്യുന്നു. 23ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 26. അപ്പോൾ സെഡിലാണ് തുടങ്ങുന്നത്. ഇവിടെ സെഡ് വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 15ൻ്റെ കൂടെ 3 കിട്ടുമ്പോൾ 18 കിട്ടും. 18 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം 6. നെക്സ്റ്റ് ടൈം കാണാനായിട്ട് 18ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 21 കിട്ടും. 21 എന്ന് പറയുന്നത് യു ആണ്. 12 നെക്സ്റ്റ് ടൈം 12ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 15 കിട്ടും. 15 ഒ ആണ്. നെക്സ്റ്റ് ടൈം ഡി ആണ്. 4 ആണ്. 4ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ ജി ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ഓപ്ഷനിലെയും സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 + 5 + 6 + 3 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. നെക്സ്റ്റ് ബി ചെക്ക് ചെയ്യുമ്പോൾ 17 തന്നെ കിട്ടും. സി ചെക്ക് ചെയ്യുമ്പോൾ 16 കിട്ടും. ഡി ചെക്ക് ചെയ്യുമ്പോൾ 17 കിട്ടും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഈ തന്നിരിക്കുന്ന ബാക്കി 3 സംഖ്യകളും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. 1 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ അറിയാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. രാജു 8 കിലോമീറ്റർ വടക്കോട്ട്. ആദ്യം വടക്കോട്ട് പോയി 8 കിലോമീറ്റർ. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? ഇങ്ങോട്ടാണ് ദിശ, അതായത് സൗത്ത്. ഓപ്ഷൻ ബി, തെക്ക്. ഇതാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. LDCയിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തു. മാത്സ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.